നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് പനി ബാധിച്ച് 3 വയസ്സുകാരി മരിച്ചു. കോട്ടപ്പാടം അമ്പലപ്പാറ ആദിവാസി കോളനിയിൽ കുമാരൻ സിന്ധു ദമ്പതികളുടെ മകൾ ചിന്നുവാണ് മരിച്ചത്. വീട്ടിൽ കുഴഞ്ഞു വീണ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടത്ത് വീട്ടിൽ കയറി മർദ്ദിച്ചെന്ന കേസിൽ 6 പേർ അറസ്റ്റിൽ. പെരിങ്ങോട് സ്വദേശി ഗോകുൽ, സുഹൃത്ത് ബഷീർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പ്രസിദ്ധമായ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. തേരെഴുന്നള്ളിപ്പും പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളും പൂരത്തിന് പൊലിമയേകി. പെരിന്തൽമണ്ണ ഹൈദരാലി ശാബ്ദങ്ങൾ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല ടാലന്റ് പരീക്ഷ വിവിധ ജില്ലകളിലായി നടന്നു. 6000ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ടാലന്റ് പരീക്ഷയിൽ തിരഞ്ഞെടുക്കുന്ന 300 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ പ്രവേശനം നൽകും. വിശദമായ വാർത്തകളിലേക്ക്. പനി ബാധിച്ച് 3 വയസ്സുകാരി മരിച്ചു. മണ്ണാർക്കാട് കോട്ടപ്പാടം അമ്പലപ്പാറ ആദിവാസി കോളനിയിൽ കുമാരൻ സിന്ധു ദമ്പതികളുടെ മകൾ ചിന്നുവാണ് മരിച്ചത്. കുട്ടിക്ക് കഴിഞ്ഞ ദിവസം പനിയുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കുട്ടി വീട്ടിൽ കുഴഞ്ഞു വീണു. ബന്ധുക്കൾ ഉടനെ തന്നെ കുട്ടിയെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കൂടുതൽ ടെസ്റ്റുകൾ പൂർത്തിയാക്കി എന്തുതരം പനിയാണെന്ന് കണ്ടെത്തുമെന്ന് അധികൃതർ പറഞ്ഞു. കുമാരൻ സിന്ധു ദമ്പതികൾക്ക് 5ഉം 8ഉം വയസ്സുള്ള 2 ആൺകുട്ടികളും കൂടിയുണ്ട്. ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടത്ത് വീട്ടിൽ കയറി മർദ്ദിച്ചെന്ന കേസിൽ 6 പേർ അറസ്റ്റിൽ. പെരിങ്ങോട് പ്ലാച്ചിക്കാട്ടിൽ ഗോകുലിനെ ശനിയാഴ്ച രാവിലെ പുഞ്ചപ്പാടത്തുള്ള കൂട്ടുകാരനായ ശ്രീകുട്ടന്റെ വീട്ടിലെത്തിയാണ് പ്രതികൾ മർദ്ദിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മുബഷിറിനും പരിക്കേറ്റു. ശ്രീകുട്ടൻ ഓടി രക്ഷപ്പെട്ടു. കോങ്ങാട് തോട്ടത്തിൽ വീട്ടിൽ വിഷ്ണു, കുണ്ടലശ്ശേരി കൈതക്കുളം വീട്ടിൽ സജിത്, ചെറായ കൊച്ചേരിയിൽ വീട്ടിൽ ജെയ്സൺ, ചെറായ വെണ്ണക്കാട് വീട്ടിൽ ഷിബു, മംഗലാംകുന്ന് കോവിലെങ്കിൽ വീട്ടിൽ വിപിൻ, കാഞ്ഞിരംപാറ മുറിച്ചിറ വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പ്രതികളും കൂടിയുണ്ട് കേസിൽ. ശ്രീകൃഷ്ണപുരം കലസയിൽ അജയ്കുമാർ, കലസയിൽ പ്രിൻസ്, കണ്ണൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ലോട്ടറി തട്ടിപ്പിലെ തുക പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഗോകുലും ശ്രീകുട്ടനും മുബഷിറും കുറച്ചു മാസങ്ങൾക്ക് മുന്നേ പെരിങ്ങോട് സ്വർണ്ണ വ്യാപാരിയെ മർദ്ദിച്ച് സ്വർണവും വെള്ളിയും തട്ടിയെടുത്ത കേസിൽ പ്രതികളാണ്. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. തേരെഴുന്നള്ളിപ്പും ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളും പൂരത്തിന് പൊലിമയേകി. ഒരു മാസക്കാലം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചത്. ഉച്ചയ്ക്ക് 2:30 സന്ധ്യവേലയ്ക്ക് വിളക്കുവെപ്പ്, തുടർന്ന് തായമ്പക, കേളി, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം 2:30 പുലക്കാട്ടി നായരുടെ നേതൃത്വത്തിൽ പാലകുറിശി നായരുടെ ദീപത്തോടുകൂടി വെളിച്ചപ്പാടുമാരുടെ അകമ്പടിയിൽ മംഗളവായത്തോടുകൂടി താലപ്പലിപ്പറമ്പിൽ നിന്നും താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പും തേരുകളുടെ കാവിറക്കവും നടന്നു. ക്ഷേത്രം തിരുമുറ്റത്ത് പ്രഗത്ഭ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യവും അരങ്ങേറി. നാടൻ കലാരൂപങ്ങളും വാദ്യാഘോഷങ്ങളും ഉപപൂരങ്ങളുടെ വരവുകളും ഉത്സവപ്രേമികൾക്ക് കാഴ്ചവരുന്നായി. തുടർന്ന് വെളിച്ചപ്പാടുമാരുടെ നൃത്തം, അരിയേറ് എന്നിവയോടെയാണ് പകൽപൂരം സമാപിച്ചത്. ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി.
വൈകിട്ട് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം താലപ്പൊലിപ്പറമ്പിൽ താലം തിരുത്തിയുള്ള തേരെഴുന്നള്ളിപ്പും ക്ഷേത്രമുറ്റത്ത് ചെറുശ്ശേരി കുട്ടന്മാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളവും അരങ്ങേറി. ക്ഷേത്രപ്പറമ്പിൽ ചെറുകോട് ദേശത്തിൻ്റെ ഹരിജനവേലയും തിറയും പൂതനും പറയപ്പൂതനും കാളയും കളിച്ചു തിമിർത്തു. വിവിധ ഉപാഘോഷ കമ്മിറ്റികളുടെ പരിപാടികളും കാഴ്ചവിരുന്നായി. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശം പകർന്നു. ജില്ലയിലെയും സമീപ ജില്ലകളിലെയും കലാകാരന്മാരാണ് ചവിട്ടുകളിയിൽ ചുവടുവെച്ചത്. അതിരാവിലെ ആരംഭിച്ച കളി വൈകുന്നേരം വരെ നീണ്ടുനിന്നു. പൂരാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും ഇവിടെ ചവിട്ടുകളി നടത്തി വരാറുണ്ട്. 5-ാം വേല മുതൽ ചവിട്ടുകളിക്ക് തുടക്കം കുറിക്കും. കളിയായി തുടങ്ങി പൂരദിവസം മത്സരത്തിന്റെ രൂപത്തിലേക്ക് ചവിട്ടുകളി വഴിമാറുന്ന കാഴ്ചയാണ് കാണാനായത്. സമകാലിക വിഷയങ്ങളും പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചാണ് കളി മുന്നേറിയത്. രാവിലെ ആരംഭിച്ച കളി വൈകുന്നേരം തേരെഴുന്നള്ളിപ്പ് തുടങ്ങുന്നതോടെയാണ് സമാപിച്ചത്. ആൺകളിയും പെൺകളിയും ഉണ്ടായിരുന്നു. ചവിട്ടുകളി കലാകാരന്മാരായ അയ്യപ്പൻ ചെമ്മാങ്കുഴി, കുഞ്ഞിറാം മുളയങ്കാവ്, ചാമി ചുണ്ടമ്പറ്റ, ചന്ദ്രൻ മുളയങ്കാവ്, ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചവിട്ടുകളി മുന്നേറിയത്. കളി കാണാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൂരപ്രേമികൾ രാവിലെ മുതൽ തന്നെ ക്ഷേത്രപ്പറമ്പിലേക്ക് എത്തിയിരുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു 10 ടീം എങ്ങനെയായാലും ഉണ്ടാവും. 10 ടീമിലേക്കും കുറയില്ല. പാരമ്പര്യമായിട്ട് അതല്ല വിളക്കുകല്ലും ഇതൊക്കെ വെച്ചിട്ടാണ്. വേറൊരു പരിപാടി ഇവിടെ ഉണ്ടാവില്ല. കാളടക്കം കൊടുന്നേക്കില്ല അവിടെ. അത് ഇവിടെ ഏത് കാലത്ത് അമ്മ ഉണ്ടായിരുന്ന ഇവിടെ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അത് മോലിക്കുള്ളതാണ്. അത് കുട്ടികളായിട്ട് എപ്പോഴും കൊണ്ടു നടത്തുകയെന്ന് മാത്രം. നമ്മുടെ അപ്പന്മാരും അപ്പന്മാരൊക്കെ ആയിട്ടുണ്ടാക്കിയ ഒരു പരിപാടിയാണ്. അത് മാറ്റാതെ കൊണ്ടുപോകുന്നത് മാത്രമേ. ക്ഷയരോഗികൾക്കുള്ള മരുന്നിന് ജില്ലയിൽ കടുത്ത ക്ഷാമം. സർക്കാർ ആശുപത്രികളിലൂടെയുള്ള മരുന്ന് വിതരണം മുടങ്ങിയതാണ് കാരണം. പുറത്തുനിന്നും മരുന്ന് കിട്ടാത്ത സ്ഥിതിയാണ്. മരുന്നില്ലാതെ ദുരിതത്തിലായി രോഗികൾ. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യവുമായി 2017 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2025 ആകുമ്പോഴേക്കും രാജ്യത്ത് നിന്ന് ക്ഷയരോഗം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. രോഗം കണ്ടെത്തൽ, ലാബ് പരിശോധന, ചികിത്സ, മരുന്ന് തുടങ്ങിയവയെല്ലാം സൗജന്യമായാണ് നൽകുന്നത്. നാഷണൽ ഹെൽത്ത് മിഷനാണ് പദ്ധതിയുടെ നടത്തിപ്പിന്റെയും സാങ്കേതിക സഹായങ്ങളുടെയും ചുമതല. മരുന്നുൾപ്പെടെയുള്ള സാമഗ്രികൾ ജില്ലാ TB സെന്ററിലേക്കാണ് നൽകുക. ഇവിടെ നിന്നാണ് വിവിധ ആശുപത്രികളിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നത്. എന്നാൽ ഏതാനും മാസങ്ങളായി NTEP പദ്ധതി പ്രകാരമുള്ള തുക ലഭിക്കുന്നില്ല. ആശുപത്രികൾ സ്വന്തം നിലയ്ക്ക് മരുന്ന് വാങ്ങാനാണ് അധികൃതർക്ക് ലഭിച്ച നിർദ്ദേശം. സർക്കാർ ആശുപത്രികളിൽ നിന്ന് നൽകുന്ന മരുന്നുകൾ പുറത്തുനിന്ന് കിട്ടാൻ വലിയ പ്രയാസമാണ്. സർക്കാർ ആശുപത്രികൾ വഴി നൽകുന്ന മരുന്നുകളിലെ ഘടകങ്ങൾ അടങ്ങിയ മരുന്നുകൾ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കുക അപൂർവമാണ്. പണമുള്ളവർ പോലും മരുന്ന് വാങ്ങാൻ പ്രയാസപ്പെടുകയാണ്. 6 മാസത്തേക്കുള്ള കോഴ്സ് ഒറ്റത്തവണയായാണ് നൽകുന്നത്. ഇത് മുടങ്ങാതെ കഴിക്കണം. ഇടയ്ക്ക് മുടങ്ങിയാൽ സ്ഥിതി വഷളാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് രോഗികളുടെയും ബന്ധുക്കളുടെയും ആവശ്യം. ഇടവേള.
വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല ടാലന്റ് പരീക്ഷ 6000-ഓളം വിദ്യാർത്ഥികൾ എഴുതി. വിവിധ ജില്ലകളിലെ 60 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. നജീബ് കാന്തപുരം MLA നടപ്പാക്കുന്ന ക്രിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തിക്കുന്നത്. ടാലന്റ് പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കുന്ന 300 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവസരം നൽകും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ടാലന്റ് പരീക്ഷ നടത്തിയത്. ജൂനിയർ IAS, ഫൗണ്ടേഷൻ പ്ലസ് എന്നീ കോഴ്സുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാനതല ടാലന്റ് പരീക്ഷ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 11:30 വരെയായിരുന്നു പരീക്ഷ നടന്നത്. സിവിൽ സർവീസ് താൽപരരായ വിദ്യാർത്ഥിക്ക് മെച്ചപ്പെട്ട പരിശീലനം നൽകി ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് ക്രിയ സിവിൽ സർവീസ് അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലെയും ISS കോളേജിലെയും പരീക്ഷാ കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. പെരിന്തൽമണ്ണയിൽ 2 കേന്ദ്രങ്ങളിൽ സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷ നടന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബിരുദ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 100 വീതം വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് അക്കാദമിയുടെ പുതിയ കോഴ്സുകളിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം നൽകും. ഓൺലൈനായാണ് ക്ലാസുകൾ നടത്തുക. നജീബ് കാന്തപുരം MLA നേതൃത്വം നൽകുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷ ചെറുപ്പശ്ശേരിയിലും നടന്നു. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരീക്ഷ നടന്നത്. ജൂനിയർ IAS കോഴ്സിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷയാണ് ചെറുപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത്. HS, HSS, UG വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ക്രിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സിവിൽ സർവീസ് അക്കാദമിയാണ് പരീക്ഷ നടത്തിയത്. UG വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യലായും മറ്റു വിഭാഗങ്ങൾക്ക് ഓൺലൈനായും പരിശീലനം നൽകി മിടുക്കരാക്കി വളർത്തിയെടുക്കുക, അവരെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കി പിന്നോക്ക ജനവിഭാഗത്തെ വിദ്യാഭ്യാസ രംഗത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ക്രിയാ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാലന്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിയ സിവിൽ സർവീസ് അക്കാദമി IAS ജൂനിയർ, ഫൗണ്ടേഷൻ പ്ലസ് കോഴ്സുകളിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം നൽകും. MPTA നാസർ, GHSS പ്രിൻസിപ്പൽ സലീം കുറ്റിക്കോട്, സൽമാൻ കൂടമംഗലം, ഹനീഫ മാസ്റ്റർ മോളൂർ, ഹാരിസ CP, ഹസീന T, ഹസീന പന്നിയംകുർശി, രേഷ്മ ടീച്ചർ, ആദം പുലാത്തറക്കൽ, ഷാഹുൽ ആലിയംകുളം, ഫായിസ് മോൻ എന്നിവർ പരീക്ഷയ്ക്ക് നേതൃത്വം നൽകി. ഇവിടെ ഈ കഴിഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങളിലായി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഒരേ സമയം ഒരേ ദിവസം പരീക്ഷ എഴുതുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UG എന്നിങ്ങനെ വിവിധ കാറ്റഗറികളായിട്ട് ആണ് ഇവിടെ മത്സരം നടന്നത്. ഇതിൻ്റെ ഭാഗമായി സിവിൽ സർവീസ് കോച്ചിങ് സൗജന്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നടത്തുന്നതിനുള്ള മത്സര പരീക്ഷയാണ് നടന്നിട്ടുള്ളത്. നേരത്തെ നാസർ മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് പൂർണ്ണമായും റെസിഡൻഷ്യലായി സിവിൽ സർവീസിൽ കോച്ചിങ് സൗജന്യമായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം താഴെ തട്ടിലുള്ള വിദ്യാർത്ഥികൾ, ഹൈസ്കൂൾ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ഇതേപോലെ കോച്ചിങ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഉന്നത തലത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ ശ്രമിക്കാനുള്ള ഒരു സുവർണാവസരമാണ് സിവിൽ സർവീസ് ഇതാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ തുടരണം. അതോടൊപ്പം ഇനി അതിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടെ മത്സര പരീക്ഷകൾ കൂടുതൽ എഴുതി സ്വയം പര്യാപ്തതയോടുകൂടി സ്വപ്രയത്നം കൊണ്ട് ഉന്നതിയിൽ എത്താനുള്ള ഒരു ത്വര ഉണ്ടാവണം. കൂടുതൽ വായിക്കണം, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കണം, പത്രങ്ങൾ വായിക്കണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചുമുള്ള നല്ല ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. അംഗനവാടി ഹെൽപ്പർക്ക് സ്നേഹനിർഭരമായ യാത്രയപ്പ്. നാട്ടുകാർ സ്നേഹത്തോടെ താത്തമ്മ എന്ന് വിളിക്കുന്ന ആനമങ്ങാട് മുഴന്നമണ്ണ അംഗനവാടിയിലെ ഹെൽപ്പർ മുള്ളത്ത് നബീസ 38 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുള്ളത്ത് നബീസയ്ക്ക് യാത്രയപ്പ് നൽകി. ദീർഘകാലം ആനമങ്ങാട് മുഴന്നമണ്ണയിലെ അംഗനവാടിയിൽ കുരുന്നുകളെ സ്നേഹിച്ചും ലാളിച്ചും താത്തമ്മ എന്ന നബീസ താത്തയുണ്ടായിരുന്നു. നാട്ടുകാർ ഒന്നാകെ സ്നേഹത്തോടെ നബീസയെ താത്തമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് അമ്മയാണവർ. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി മികച്ച അംഗനവാടി ഹെൽപ്പർക്കുള്ള 2020 സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഇവരെ തേടിയെത്തിയിരുന്നു.
38 വർഷത്തെ സേവനത്തിന് ശേഷം മുള്ളത്ത് നബീസ സ്നേഹവാടിയുടെ പടിയിറങ്ങി. സ്നേഹനിർഭരമായിരുന്നു നാട്ടുകാരുടെ യാത്രയപ്പ്. അംഗനവാടി ടീച്ചറുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ചേർന്ന് വീട്ടിൽ വന്ന് യാത്രയാക്കിയാണ് മടങ്ങിയത്. താത്തമാനോട് പറഞ്ഞു എല്ലാവരും യാത്രയപ്പ് സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ചേച്ചി, താത്ത എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്ന പേരുകളാണ്. അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുമ്പോൾ അതിന് വല്ലാത്തൊരു ആവരണം കൂടി നമ്മൾ കൊടുക്കുകയാണ്. സ്നേഹത്തിൽ പൊതിഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ആവരണം കൂടി ആ താത്തക്ക് കൊടുക്കുമ്പോൾ അതൊരു വല്ലാത്ത പ്രയോഗം തന്നെയാണ്. ആ പ്രയോഗത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ നാടിൻ്റെ സ്നേഹവും ആദരവും എല്ലാം. അതിൽ പരം ഒരു പ്രയോഗം, ഒരു സല്യൂട്ടേഷൻ ഒരു മനുഷ്യന്, ഒരു സ്ത്രീക്ക് കിട്ടാൻ വേറില്ല. അങ്ങനെ നമുക്ക് വീട് വിട്ടാൽ മറ്റൊരു താത്തയായി, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന നമ്മുടെ പൊന്നു മക്കൾക്കുള്ള മറ്റൊരു അമ്മയായി, ഉമ്മയായി ഇത്രയും കാലം ഈ അങ്കണവാടിയെ പരിപോഷിപ്പിച്ച് കോമളവല്ലി ടീച്ചറോടൊപ്പം നിന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ എട്ടും പൊട്ടും തിരിയാത്ത മക്കൾക്ക് വേണ്ടി അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിർലോഭം നൽകിയിരുന്ന ഒരു കൂട്ടുകെട്ടാണ് നമ്മുടെ ടീച്ചർമാരും അതുപോലെ തന്നെ താത്തമ്മയും ഒക്കെ എന്നുള്ളതാണ് നിങ്ങളീ കൊടുക്കുന്ന സ്നേഹനിർഭരമായ യാത്രയെ സൂചിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ മുള്ളത്ത് നബീസയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. നാടിന്റെ സ്നേഹാദരം നബീസ ഏറ്റുവാങ്ങി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. താത്തമ്മ എന്നുള്ള നിങ്ങളുടെ വിളി തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്രത്തോളം ഈ ഒരു പ്രദേശത്തോടും ഈ പ്രദേശത്തെ ഓരോ കുടുംബങ്ങളോടും ഓരോ ആളുകളോടും അവർ വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ആ ഒരു പ്രയോഗം തന്നെ. കാരണം സാധാരണ നമ്മൾ പേര് വിളിക്കുന്നതിനപ്പുറത്തേക്ക് ഇതുപോലെയുള്ള സ്നേഹപ്പേരുകൾ വിളിക്കുക എന്ന് പറയുന്നത് അത്ര ബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അത് നമ്മുടെ വീട്ടിലെ ആളുകളൊക്കെയല്ല അങ്ങനെ വിളിക്കാറുള്ളത്. അതിൻ്റെ പുറത്തുള്ള ആളുകൾ അങ്ങനെ സ്നേഹപ്പേരുകൾ കൂട്ടി വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഹൃദയം കൊണ്ട് അത്രയും അടുത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ്. അംഗനവാടി ടീച്ചർ C കോമളവല്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഷ്ടമാകുന്നത് ഈ നിസ്വാർത്ഥ സേവനമാണ്. ഈ വിരമിക്കൽ യഥാർത്ഥത്തിൽ ഒരു പറിച്ചുമാറ്റൽ തന്നെയാണ്. എനിക്ക് മുന്നിലുള്ളത് എങ്ങും എത്താത്ത ശൂന്യതയും. പക്ഷേ ഈ സാഹചര്യം അനിവാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ എൻ്റെ സഹപ്രവർത്തകയ്ക്ക്, വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന എൻ്റെ നബീസയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട താത്തമ്മയ്ക്ക് എല്ലാവിധ മംഗളം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MP മജീദ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലീന ശാന്തിനി, ഗ്രാമപഞ്ചായത്ത് അംഗം C ബാലസുബ്രഹ്മണ്യൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ TP മോഹൻദാസ്, വൈസ് ചെയർമാൻ അശോകൻ പുത്തൻവീട്ടിൽ, PK കബീർ ബാബു, P രാമദാസ്, ഷിബു കൊടക്കാട്, വിഷ്ണു പനങ്ങാട്, സെമീറ ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളത്ത് നബീസ മറുപടി പ്രസംഗം നടത്തി. യാത്രയപ്പും അംഗനവാടിയുടെ വാർഷികാഘോഷ പരിപാടികളും നാടിന്റെ ആഘോഷമായി. കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വാണിയംകുളം 24 മനൈ തെലുങ്കു ചെട്ടിയാർ മാരിയമ്മൻ ക്ഷേത്രത്തിൽ 3 ദിവസമായി നടന്നുവന്ന മഹാകുംഭാഭിഷേകത്തിന് സമാപനമായി. അവസാന ദിവസം കുംഭാഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. വാണിയംകുളം 24 മനൈ തെലുങ്കു ചെട്ടിയാർ മാരിയമ്മൻ ക്ഷേത്രത്തിൽ
12 വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള മഹാകുംഭാഭിഷേകത്തിനാണ് സമാപനമായത്. മെയ് 9 മുതൽ 11 വരെയായിരുന്നു ചടങ്ങുകൾ നടന്നത്. അവസാന ദിവസം ഗണപതി ഹോമത്തോടെയാണ് കുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സർപ്പങ്ങൾക്ക് നൂറുംപാലും കലശപൂജയും നടന്നു. തുടർന്ന് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി മഹാകുംഭാഭിഷേകവും നടന്നു. ശേഷം പ്രസാദൂട്ടും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി ഏഴിക്കോട് മന കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചെലുങ്കു ചെട്ടിയാർ ദേശീയ തലവർ ജഗന്നാഥ് മിശ്ര, കേരള തലവർ മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നന്മമരം ഒരുക്കി പട്ടാമ്പി എക്സൈസ്. വിമുക്തി പദ്ധതിയുടെ ഭാഗമായാണ് ലഹരി ബോധവൽക്കരണ സന്ദേശമുയർത്തി പരിപാടി സംഘടിപ്പിച്ചത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ലഹരിക്കെതിരെ നന്മമരം പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, വളരെ ഒരു നല്ല ഉദ്യമത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നന്മമരം ലഹരിക്കെതിരെ വിമുക്തിയുടെ ഭാഗമായി ഇന്ന് നമ്മൾ നന്മമരത്തിൽ നമ്മൾ ബോർഡുകൾ കെട്ടിത്തൂക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ പ്രശ്നത്തെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നമുക്ക് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇന്ന് ഒരു പരിധിവരെ നമ്മുടെ എക്സൈസ് വകുപ്പ് അതിന് മുന്നിട്ടിറങ്ങുന്നുണ്ട്. എക്സൈസ് വകുപ്പിനെ കൃത്യമായും അത് പ്രയോജനപ്പെടുത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ലഹരി ബോധവൽക്കരണ സന്ദേശങ്ങൾ മരത്തിന്റെ ചില്ലകളിൽ കെട്ടിത്തൂക്കി. എക്സൈസ് ഇൻസ്പെക്ടർ KT ഷാനൂജ് അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ ബിന്ദു, ബുരേഗ തഹസിൽദാർ ഗിരിജാദേവി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സദാനന്ദ കമ്മത്ത്, വിമുക്തി കോർഡിനേറ്റർ ആരതി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയപ്രകാശ്, മനോഹർ, വിനു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സന്ധ്യ, പൊന്നുവാവ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനരഹിതയായ സ്ത്രീയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകും. കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനിച്ചത്. 50ാം പിറന്നാളിൽ 50 കിലോമീറ്റർ ഓടി ശ്രദ്ധേയനായ ഏകോപന സമിതിയുടെ ആനമങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് PM ഷംസാദ് അലിയെ യോഗത്തിൽ അനുമോദിച്ചു. ഭവനരഹിതയായ സ്ത്രീയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ ചേർന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീന്റെ സ്മരണയ്ക്കായി സംഘടന നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തപുരം യൂണിറ്റിലെ സ്ത്രീയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മനോജ് മേലാറ്റൂർ, ട്രഷറർ സമദ് എലങ്കുളം, ടാലന്റ് അബ്ദുൽ ലത്തീഫ്, അഷ്റഫ് പുത്തൂർ, PP സൈദലവി, ജനാർദ്ദനൻ, N ഹനീഫ, ലത്തീഫ് ശാന്തപുരം, സിദ്ദീഖ് വെട്ടത്തൂർ, അസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. 50ാം ജന്മദിനത്തിൽ 50 കിലോമീറ്റർ ഓടി വ്യത്യസ്തമായി പിറന്നാൾ ആഘോഷിച്ച് ശ്രദ്ധേയനായ PM ഷംസാദ് അലിയെ യോഗത്തിൽ അനുമോദിച്ചു. ഏകോപന സമിതിയുടെ ആനമങ്ങാട് യൂണിറ്റ് പ്രസിഡന്റാണ് PM ഷംസാദ് അലി. കുരുന്നു താരങ്ങൾക്ക് ഫുട്ബോൾ പരിശീലനം ഒരുക്കി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ അംഗം ഗഫൂർ കോൽക്കളത്തിൽ. ഡിവിഷനിൽ നടത്തുന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫുട്ബോൾ കളിയിൽ താൽപ്പര്യമുള്ള കുട്ടികളെ പരിശീലനം നൽകി മികച്ച താരങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17 എന്നീ 3 വിഭാഗങ്ങളായി പരിശീലിപ്പിക്കുന്നത്. കല, കായിക, ക്ഷേമപ്രവർത്തന രംഗത്ത് കർമ്മനിരതരായ പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിനൊപ്പം സമഗ്ര പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്.
ഇന്ത്യൻ ഫുട്ബോൾ താരം VP സുഹൈർ ഫുട്ബോൾ പരിശീലനം ഉദ്ഘാടനം ചെയ്യും. നല്ലൊരു കളിക്കാരനായി എപ്പോഴും സ്വപ്നം കാണുകയും അതിനായി ശ്രമിക്കുകയും ചെയ്താൽ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് സുഹൈർ പറഞ്ഞു. അപ്പുറം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കാം. ഇപ്പം നമ്മളെ രക്ഷിതാക്കളോടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ കുട്ടികൾ ഇപ്പോൾ വരുന്ന തലമുറയിലെ കുട്ടികൾക്കൊക്കെ എന്താണ് ആരോഗ്യം, അല്ലെങ്കിൽ ഒരു ഈ ഫോണിൻ്റെ ഒരു അഡിക്റ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ മാത്രമാവുകയാണ്. ഗ്രൗണ്ടിൽ പോയി കളിക്കുമ്പോൾ നമ്മളെ ഒരു കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മണിയാവാൻ നിൽക്കാക്കാരം എന്തിന് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ. ഇപ്പോഴത്തെ ഒരു തലമുറക്ക് അത് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെയുള്ള അക്കാദമികളിലോ മാത്രമാണ് ഇപ്പോൾ കുട്ടികളെ കാണാൻ കഴിയുന്നത്. അല്ലാതെ ഫ്രീ ആയ ഇപ്പം എൻ്റെ നാട്ടിൽ പോലും എന്തില്ല കുട്ടികൾ വന്ന് കളിക്കുന്ന ഒരു സമ്പ്രദായം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് ഈ ഗഫൂർ ഖാന്റെ കീഴിലുള്ള ഈ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ചീഫ് കോർഡിനേറ്റർ ഷമീർ മണലടി, കോർഡിനേറ്റർ മുഹസിൻ ചങ്ങലേരി, കോച്ച് ജസീൽ, സമഗ്ര ഡയറക്ടർ സഹദ് അരിയൂർ, വിവിധ സെക്ഷൻ കോർഡിനേറ്റർമാരായ മുജീബ് മലിയിൽ, ഷമീർ പഴേരി, നൌഷാദ് വെള്ളപ്പാടം, ഷെരീഫ് പച്ചീരി എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം സർഗാത്മകത കൂടിയാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപ്പശ്ശേരിയിൽ നടന്ന ഹ്രസ്വചിത്ര പ്രകാശനവും ആദരായണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മലബാർ സൗഹൃദവേദി നമ്മുടെ നാട്ടിൽ വളരെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഒരു ബിജുമോന്റെ രൂപമാണ്. എന്നാൽ ബിജുമോന്റെ കൂടെ ധാരാളം ആളുകൾ ഈ മലബാർ സൗഹൃദ വേദിയുടെ സംഘാടകരായി അതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ ഘടന. ചടങ്ങിൽ കെ ബാലകൃഷ്ണൻ, വിഷ്ണുപ്രിയ ചന്ദ്രത്തൊടി, ശങ്കരൻകുട്ടി പുലാപ്പറ്റ, ഉണ്ണികൃഷ്ണൻ വെളിനേഴി എന്നിവരെ ആദരിച്ചു. TK രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. ബിജുമോൻ പന്ത്രികുലം, AK രാജഗോപാലൻ, P സത്യനാരായണൻ, TP ഹരിദാസൻ, കളത്തൊടി രാധാകൃഷ്ണൻ, ഗോപൻ എഴക്കാട്, ശാലിനി മുരളി, ബാലകൃഷ്ണൻ ആനമങ്ങാട്, പ്രദീപ് ചേറായ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ചാരിറ്റി ഹ്രസ്വചിത്ര പ്രദർശനം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് പനി ബാധിച്ച് 3 വയസ്സുകാരി മരിച്ചു. കോട്ടപ്പാടം അമ്പലപ്പാറ ആദിവാസി കോളനിയിൽ കുമാരൻ സിന്ധു ദമ്പതികളുടെ മകൾ ചിന്നുവാണ് മരിച്ചത്. വീട്ടിൽ കുഴഞ്ഞു വീണ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടത്ത് വീട്ടിൽ കയറി മർദ്ദിച്ചെന്ന കേസിൽ 6 പേർ അറസ്റ്റിൽ. പെരിങ്ങോട് സ്വദേശി ഗോകുൽ, സുഹൃത്ത് ബഷീർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പ്രസിദ്ധമായ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. തേരെഴുന്നള്ളിപ്പും പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളും പൂരത്തിന് പൊലിമയേകി. പെരിന്തൽമണ്ണ ഹൈദരാലി ശാബ്ദങ്ങൾ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല ടാലന്റ് പരീക്ഷ വിവിധ ജില്ലകളിലായി നടന്നു. 6000ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ടാലന്റ് പരീക്ഷയിൽ തിരഞ്ഞെടുക്കുന്ന 300 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ പ്രവേശനം നൽകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.